അങ്ങനെ 2024 നമ്മളോട് വിട പറഞ്ഞു പോയി അല്ലേ. നമ്മളിനി അടുത്ത 2025 നമ്മൾ എന്താ പറയുക, നമ്മളുടെ ഓരോ ദിവസങ്ങളും സന്തോഷവും സമാധാനവും ആരോഗ്യപ്രദവുമായ നല്ല ദിവസങ്ങളാക്കി മാറ്റട്ടെ എന്ന് ഞാൻ ദൈവത്തോട് ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു കേട്ടോ. അത്ര എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 2024 എനിക്ക് പല ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും വിഷമങ്ങളും കുറേ കാര്യങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ ഒരു സപ്പോർട്ട് മാത്രമാണ് എന്നെ സന്തോഷത്തിലേക്ക് നയിച്ചത് കേട്ടോ. അപ്പോൾ സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. എയർ ഫ്രയർ ഇപ്പോൾ എല്ലാവരും വീട്ടിൽ വാങ്ങിച്ചിട്ടുണ്ടാവും അല്ലേ. വാങ്ങാത്തവർ വാങ്ങണം കേട്ടോ. വളരെ ഉപകാരപ്രദമായ നല്ലൊരു സാധനമാണ്. നമുക്ക് കറണ്ട് കാശൊന്നും കഴിഞ്ഞ വീഡിയോയിൽ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കറണ്ട് കാശൊന്നും നമ്മൾ ഓവൺ ഉപയോഗിക്കുന്ന അത്രയോ അല്ലെങ്കിൽ മറ്റു ഉപകരണങ്ങൾ ഉപയോഗിക്കുന്ന അത്രയൊന്നും നമുക്ക് വരാറില്ല. എനിക്ക് വരുന്നത് പോലെ തന്നെ വന്നിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾക്ക് വെളുത്തുള്ളി ഉലിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു ടാസ്ക്കാണ്. അപ്പോൾ ഇത് എയർ ഫ്രയർ കൊണ്ട് നമുക്കിത് പെട്ടെന്ന് ഉലിച്ചെടുക്കാമെന്ന് നോക്കാം കേട്ടോ. കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതുപോലുള്ള ട്രേ നമുക്ക് ഉപയോഗിക്കാം. നമ്മൾ ബേക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ട്രേ, നമ്മൾ ഓവണിൽ ഉപയോഗിക്കുന്ന ഏതൊരു പാത്രവും നമുക്കിതിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. ഇതിപ്പോൾ വലിയ വെളുത്തുള്ളി ആണ്ടാണ് 200 ഡിഗ്രി 200 ഡിഗ്രിയിൽ ഇട്ടേക്കുന്നത്. നിങ്ങൾ ചെറിയ വെളുത്തുള്ളി ആണെങ്കിൽ 150 ഡിഗ്രിയിൽ മാത്രമേ ഇടാവുള്ളൂ കേട്ടോ. എന്നിട്ട് ഒരു 2-3 മിനിറ്റ്, ചെറിയ വെളുത്തുള്ളി ആണെങ്കിൽ 1 മിനിറ്റ് ഇട്ടാൽ മതി, വലിയ വെളുത്തുള്ളി ആണെങ്കിൽ 2 മിനിറ്റ് ഇട്ടാൽ മതി കേട്ടോ. എന്നിട്ട് ഇതുപോലെ നമ്മൾ ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ നമുക്ക് ഇതുപോലത്തെ നമ്മളുടെ ഇതാണല്ലോ, കിറ്റാണല്ലോ കിട്ടുന്നത്, തുണിയുടെ മോഡല്. അപ്പോൾ അതിലേക്ക് ഇതുപോലെ പ്ലാസ്റ്റിക്കിലേക്ക് ഇടരുത്. ഇതുപോലെ നമ്മൾ ക്ലോത്തിൻ്റെ എന്തെങ്കിലും അല്ലെങ്കിൽ കോട്ടൺ തുണിയാണെങ്കിൽ എടുത്താൽ മതി. പക്ഷേ ഇതുപോലത്തെ ബാഗുകൾ സഞ്ചികളാകുമ്പം വളരെ നല്ലതാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതുപോലെ നല്ലതുപോലെ റബ്ബ് ചെയ്യണം. സ്ട്രോങ് ആയിട്ടല്ല, കൈ വളരെ സോഫ്റ്റായിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് റബ്ബ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ വെളുത്തുള്ളിയുടെ തൊലി നോക്കിക്കേ എത്രത്തോളം 95% പോയിട്ടുണ്ട്. പിന്നെ ഉള്ളത് നമുക്ക് കൈ കൊണ്ട് ഇതുപോലെ അടർത്തിയെടുക്കാനായിട്ട് സാധിക്കും. വളരെ സിമ്പിളായിട്ട് നമുക്കിങ്ങനെ തൊടുമ്പോൾ തന്നെ അത് അടന്നു വരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. കത്തി വേണ്ട, മൂടി വേണ്ട, ഒന്നും ആവശ്യമില്ല കേട്ടോ. വളരെ ഉപയോഗപ്രദമായ നല്ല ടിപ്പാണ്. നമുക്കിപ്പോൾ വെളുത്തുള്ളി അച്ചാർ ഇടണം എങ്കിലും നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ എയർ ഫ്രയർ നമുക്ക് വീട്ടിൽ അത്യാവശ്യമായിട്ട് വേണ്ടതാണ്. കറണ്ട് ബില്ലൊന്നും അധികം വരില്ല. പിന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആകട്ടെ ലഞ്ച് ആകട്ടെ എല്ലാം സ്പീഡിന് ഉണ്ടാക്കാനായിട്ട് സാധിക്കും കേട്ടോ. ഇതുപോലെ നമുക്ക് ഈ ഒരു മോഡല് നമുക്ക് പാത്രങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മളുടെ ഓവണിൽ ഉപയോഗിക്കുന്ന ഏതൊരു പാത്രങ്ങളും ഈ ഒരു എയർ ഫ്രയറിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കും കേട്ടോ. ഇതുപോലെ സിലിക്കോണിൻ്റെയൊക്കെ പാത്രങ്ങളാണെങ്കിലും നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ കുട്ടികൾ സ്കൂളിൽ വരുമ്പോൾ ഈവനിങ് സ്നാക്സ് ആയിട്ടോ കൊടുക്കാൻ പറ്റിയൊരു കിടിലൻ റെസിപ്പിയാണ്. 3 മുട്ട ഇട്ടിട്ടുണ്ട്. ഇതിൽ ഓർഗാനോ അതുപോലെ പെപ്രിക്ക പൗഡർ, നിങ്ങളുടെ കയ്യിൽ എന്താണുള്ളത്, നിങ്ങൾക്ക് ഏത് ഫ്ലേവറാണ് ഇഷ്ടം, നിങ്ങൾക്ക് പെരിയുടെ ഫ്ലേവറാണ് ഇഷ്ടം, അല്ലെങ്കിൽ സാധാ നമ്മളുടെ വീട്ടിലുള്ള ചതച്ച മുളകും ഇത്തിരി ഉപ്പും ഇത്തിരി ഗരം മസാലയൊക്കെ ഇട്ട് മുട്ട മിക്സ് ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടത്തിന് അത് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഈ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ബട്ടർ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. കുട്ടികൾക്കാണെങ്കിൽ ബട്ടറൊക്കെ ഇട്ട് കൊടുക്കാം. ഇല്ല നമ്മൾ മുതിർന്നവർക്ക് കഴിക്കാനാണെങ്കിൽ ബട്ടറൊക്കെ നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. കുട്ടികൾക്കാകുമ്പോൾ വളരെ ഹെൽത്തി ആണല്ലോ, അതുകൊണ്ടാണ് ഇത്തിരി ബട്ടറൊക്കെ ചേർക്കുന്നത്. അതിലേക്ക് നമുക്ക് ഓയിൽ ഫ്രീ ആയിട്ട് കഴിക്കണമെങ്കിൽ ഒട്ടും എണ്ണ ചേർക്കാതെ തന്നെ നമുക്ക് ഇത് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ബ്രെഡാണ് കേട്ടോ. ബ്രെഡ് നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വെച്ച് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നടുവിനെ നമുക്ക് ഒരു കഷ്ണം ബ്രെഡ് കൂടി വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ കുട്ടികളിപ്പോൾ പച്ചക്കറിയൊക്കെ കഴിക്കാത്ത കുട്ടികളില്ലേ, അപ്പോൾ അവർക്ക് വേണ്ടി നമുക്ക് ഇഷ്ടമുള്ള അവരെ കഴിപ്പിക്കാൻ ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെ കുറച്ച് ഇട്ട് കൊടുക്കുക. ക്യാപ്സിക്കം, തക്കാളി ഇവയെല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ക്യാരറ്റ് ഉണ്ടെങ്കിൽ ക്യാരറ്റ്, ഇത് നമ്മളുടെ ക്യാബേജ് ഉണ്ടെങ്കിൽ ക്യാബേജൊക്കെ ഇട്ട് വളരെ ടേസ്റ്റി ആവും കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതൊന്ന് എയർ ഫ്രയറിൽ വെച്ചിട്ട് നമുക്ക് ഇതൊന്ന്
ഇതാക്കി ബേക്ക് ചെയ്തെടുക്കുക കേട്ടോ. ഒരു 185 ഡിഗ്രിയിൽ 15 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി ഒരു റെസിപ്പി കിട്ടും. ഇത് കുട്ടികൾക്കാണെങ്കിലും ഇതിൽ വേണമെങ്കിൽ കുട്ടികൾക്കാണെങ്കിൽ ചീസൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മേള് ബേക്കായ പോലെ അടി ആവില്ല. അടി നല്ല സോഫ്റ്റ് ആയിട്ട്, മേള് നല്ല ക്രിസ്പിയും അടി നല്ല സോഫ്റ്റ് ആയിട്ടും ഇരിക്കും. നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. ഒന്ന് ഉണ്ടാക്കി നോക്കുക. കുട്ടികളെ കൊണ്ട് പച്ചക്കറി ഇതുപോലെയൊക്കെ ചെറിയ ചെറിയ പീസാക്കി ക്യാരറ്റൊക്കെ അരിഞ്ഞു കൊടുത്ത് ഇട്ട് കൊടുത്താലും വളരെ നല്ലതാണ്. അടുത്തതായിട്ട് നമ്മൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് മീൻ പൊരിച്ച് മാറ്റുക, എന്നിട്ട് മസാല ഉണ്ടാക്കുക. അങ്ങനെയൊക്കെ നമ്മൾ പല രീതിയിൽ നമുക്ക് ചെയ്തെടുക്കേണ്ട വരുമല്ലോ. ഇപ്പോൾ സവാള മൊരിച്ചെടുക്കുക, അങ്ങനെ അതിനൊക്കെയാണ് നമുക്ക് കൂടുതൽ സമയം എടുക്കുന്നത്. അപ്പോൾ എയർ ഫ്രയറിൽ ഇതുപോലെ ഇതിപ്പോൾ ഞാൻ ചെമ്മീനായതുകൊണ്ട് നമുക്ക് മേലെ ഇട്ടാലും യാതൊരു കുഴപ്പമില്ല, അത് പൊടിഞ്ഞു പോകും എന്നൊരു പ്രശ്നമൊന്നുമില്ല. ചിക്കൻ ആണെങ്കിലും നമുക്ക് അതുപോലെ തന്നെ ചെയ്യാം. പക്ഷേ ഫിഷാണ് നിങ്ങൾ ചെയ്യുന്നെങ്കിൽ ഒരു ലെയർ മാത്രമേ ഇടാവുള്ളൂ, മേലെ ഇടരുത്. ഇതിപ്പോൾ ഞാൻ ചെമ്മീൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതൊന്ന് ബേക്ക് ചെയ്യാനായിട്ട് വെക്കുക. എയർ ഫ്രയറിൽ വെക്കാവുന്നതാണ്. എയർ ഫ്രയറിൽ വെക്കുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്ക് മസാല അവിടെ വഴറ്റിയെടുക്കാനായിട്ട് സാധിക്കും. ഇതായി വരുമ്പോഴത്തേക്കും നമ്മളുടെ ഇവിടെ മസാല റെഡി ആയിട്ടുണ്ടാകും കേട്ടോ. എന്ത് വന്നാലും നമുക്കൊരു 15 മിനിറ്റ് എടുക്കും ഉള്ളിയൊക്കെ വഴറ്റിയെടുക്കാനായിട്ട് അല്ലേ. നമ്മൾ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ഇവയെല്ലാം വഴറ്റിയെടുക്കുമ്പോഴത്തേക്കും, അതുപോലെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു നമുക്ക് സവാള എങ്ങനെ നമുക്ക് എയർ ഫ്രയറിൽ മൊരിച്ചെടുക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഞാനിപ്പം ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നില്ല. ആ വീഡിയോ കാണാത്തവർ പോയി കാണുക കേട്ടോ. അതിൽ ഞാൻ റൈസ് ഉണ്ടാക്കുന്നത് വരെയും ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഫ്രൈഡ് റൈസ് വരെയും എയർ ഫ്രയറിൽ റൈസ് വേവിച്ച് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇത് കുറച്ചധികം ബിരിയാണിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു ക്വാണ്ടിറ്റിയുടെ അപ്പുറം നമുക്ക് ഈ ഒരു എയർ ഫ്രയറിൽ സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റില്ല. അതാണ് എനിക്ക് ഏറ്റവും ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയേക്കുന്നത്. കുറച്ചധികം ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നമ്മളിത് ഈ മസാല ആയി വരുന്ന ആ സമയം കൊണ്ട് തന്നെ നമ്മളുടെ ചെമ്മീനായി കഴിഞ്ഞിട്ടുണ്ട്. ചെമ്മീൻ നല്ലതുപോലെ തന്നെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. മൊരിഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മൾ എണ്ണയിലിട്ട് മൊരിക്കുന്ന പോലെ ഇങ്ങനെ മൊരിഞ്ഞൊന്നും ഇരിക്കില്ല, പക്ഷേ നല്ലതുപോലെ തന്നെ വെന്തും നല്ല മേളൊന്നും ഇങ്ങനെ ബ്രൗൺ കളറും ആയി വന്നിട്ടുണ്ടാവും കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതുപോലെ മസാല ഒന്ന് കൂട്ടിയെടുക്കുന്ന, അപ്പോൾ നമ്മൾ മസാല ഇടുമ്പോൾ തന്നെ നമ്മൾ അടുത്ത അടുപ്പിൽ 2 അടുപ്പ് എന്തായാലും എല്ലാവർക്കും ഉണ്ടാവുമല്ലോ, റൈസും വേവിക്കാൻ വെക്കുക. അപ്പോൾ അറ്റ് ദ ടൈം നമുക്കൊരു 20 മിനിറ്റ് കൊണ്ട് നമ്മളുടെ ബിരിയാണി ദം ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. നമ്മൾ സവാള നേരത്തെ മൊരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. സവാള വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് മൊരിച്ചെടുക്കുക. ഒരു തുള്ളി എണ്ണ ഇല്ലാതെ തന്നെ നമുക്ക് ഈ ബിരിയാണിയിലൊക്കെ കൂടുതൽ എണ്ണയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലേ. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മൊരിഞ്ഞു പോയി കരിഞ്ഞു പോയി എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അത് വീഡിയോയിൽ കാണുമ്പോഴാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത്. കറക്റ്റ് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല പോലെ തന്നെ സവാള മൊരിച്ചെടുത്ത് അത് വെച്ച് അപ്പത്തേയും ചെമ്മീനും ഒരു 20 മിനിറ്റിൻ്റെ അപ്പുറം പോകില്ല. ചോറും മസാല ആകുന്ന ആ സമയം കൊണ്ട് നമുക്ക് സവാളയും മൊരിച്ചെടുക്കുക, അതുപോലെ തന്നെ നമുക്ക് ചെമ്മീനും മൊരിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ദം ഇട്ട് കഴിഞ്ഞാൽ അടിപൊളി ബിരിയാണി റെഡിയാണ് കേട്ടോ. ബിരിയാണീൻ്റെ റെസിപ്പിയൊന്നും ഞാൻ കാണിക്കുന്നില്ല, എല്ലാവർക്കും ഇപ്പോൾ അറിയാവുന്നതാണ് ബിരിയാണിയൊക്കെ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അടുത്തതായിട്ട് ഞാൻ എണ്ണയില്ലാതെ ഭൂരിയാണ് കാണിച്ചു തരുന്നത്. ഭൂരി നമുക്ക് വളരെ ഇഷ്ടമാണ്, പക്ഷേ എണ്ണ ഓർക്കുമ്പോൾ നമുക്ക് കഴിക്കാൻ വളരെ മടിയാണല്ലേ. ഇത് അപ്പം തന്നെ കഴിച്ചാൽ ടേസ്റ്റ് ഉള്ളൂ കേട്ടോ. നമ്മളിത് ഉണ്ടാക്കി വെച്ച് കഴിച്ചാലൊന്നും ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല, അത് ഉറപ്പായിട്ടും പറയാം. പൂരി ഞാൻ ഇതുപോലെ പരത്തി വെച്ചിട്ടുണ്ട്. നല്ല പോലെ തന്നെ വെള്ളം തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് ഈ പൂരി ഇട്ട് ഒന്ന് 2 സെക്കൻഡ് മാത്രം വെച്ചാൽ മതി, കുറേ ഒന്നും വെക്കരുത്. എന്നിട്ട് നമ്മളതെടുത്ത് മാറ്റി വെക്കുക. വെള്ളം നല്ലതുപോലെ കളഞ്ഞതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് വെക്കുന്നുണ്ട്. ഈ ഒരു പൂരി ഈ വെള്ളത്തിലിട്ട് ഇതാക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അത് വളരെ നൈസായി പോകരുത് കേട്ടോ. നൈസായി പോയാൽ നമ്മൾ ആ വെള്ളത്തിൽ നിന്ന് എടുക്കുമ്പോൾ തന്നെ അത് ഒടിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. ഞാനിവിടെ കാണിച്ചു തരുന്നുണ്ട്. ഒടിഞ്ഞു പോയി കണ്ടില്ലേ. അപ്പോൾ നല്ല കട്ടിയിലെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് നമ്മൾ എയർ ഫ്രയറിൽ ഒരു 2 തുള്ളി എണ്ണ ഒഴിച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കൊളസ്ട്രോളൊക്കെ ഉള്ള ആൾക്കാർക്കൊക്കെ ഭൂരി തിന്നാൻ വളരെ ആഗ്രഹം ഉണ്ടാവില്ലേ, ആ സമയത്ത് നിങ്ങൾ ഇത് ചെയ്താൽ മതി. അല്ലാതെ എല്ലാം കഴിക്കാൻ പറ്റുന്നവർക്ക് ഞാൻ തീർച്ചയായിട്ടും പറയുന്നു, നമ്മൾ എണ്ണയിൽ പൊരിച്ചെടുക്കുന്ന ഭൂരിയുടെ ടേസ്റ്റ് നമുക്ക് കിട്ടില്ല. അപ്പോൾ നമുക്ക് ഭയങ്കര ഒരു പൂതിയൊക്കെ ഉണ്ട്, നമുക്ക് കഴിക്കാൻ പാടില്ല, കഴിക്കണം എന്നുള്ളൊരു
ആഗ്രഹമുള്ളവർ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഒരു 2 സെക്കൻഡ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ തിരിച്ചും മറിച്ചൊക്കെ കൊടുക്കുന്നുണ്ട്. കണ്ടില്ല, അടിപൊളി പൂരിയായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ എണ്ണയിൽ പൊരിച്ചെടുക്കുന്ന പോലെ തന്നെ ഒരു ഭാഗം പൊങ്ങി വന്നിട്ടുള്ളൂ, അതിൻ്റെ അത്രയും പഫായിട്ട് വന്നിട്ടില്ല. പക്ഷേ ടേസ്റ്റിന് യാതൊരു കുറവുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ എണ്ണയിൽ പൊരിക്കുമ്പോൾ ആ ഒരു ഇതുണ്ടാവുമല്ലോ, ആ ഒരു ഇതുണ്ടായിരുന്നില്ല. പക്ഷേ പൂരി കഴിക്കാൻ പറ്റുന്ന ഒരു പൂരിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല സോഫ്റ്റാണ്. പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അത് ഹാർഡായി പോകും. ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും അത് ഭയങ്കര ഹാർഡാവും. ഇപ്പം നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുന്നുണ്ട്. എല്ലാവരും മസ്റ്റായിട്ടും ചെയ്ത് നോക്കാം കേട്ടോ. ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് ഞാനൊരു ബൗളിലേക്ക് ഒരു കയ്യിൽ, ഒരു വലിയ കയ്യിൽ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെള്ളം ഒഴിച്ച് ഇതൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട്, നമുക്കറിയാമല്ലോ അത് നല്ല ലൂസായിട്ട് നല്ലപോലെ തന്നെ ഇതായി വരുന്ന രീതിയിൽ കട്ടയൊന്നും ഇല്ലാതെ ഇതുപോലെ ഒന്ന് നല്ലതുപോലെ ഉടച്ചെടുക്കാം. ഉടച്ചെടുത്തതിന് ശേഷം നമ്മൾ ഒരു പാൻ എടുക്കുക കേട്ടോ. ഒട്ടും കട്ട പാടില്ല, അത് വളരെ നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിക്കണം. പിന്നെ ഇത് പൊടി എടുക്കേണ്ടത് പത്തിരി പൊടിയാണ്, പുട്ടുപൊടിയൊന്നും എടുക്കാനായിട്ട് പാടില്ല. പത്തിരി, ഒട്ടും തരിയില്ലാത്ത പത്തിരിപ്പൊടി എടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു ചൂടായ പാനിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് നല്ല കട്ടയൊന്നും ഇല്ലാതെ തന്നെ ഇളക്കി നല്ല ഒരു ഇതായിട്ട് വരുന്നത് വരെയും, നല്ല ഉരുണ്ട് വരുന്ന രീതിയിലാകുന്നത് വരെയും നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് വെള്ളയപ്പത്തിനൊക്കെ നമ്മൾ പച്ചരിയൊക്കെ ഇടാനായിട്ട് മറന്നു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അന്ന് അയ്യോ എന്ത് ചെയ്യും എന്നുള്ളൊരു ടെൻഷൻ ഭയങ്കരമാണല്ലോ. അപ്പോൾ അതൊന്നും വേണ്ട, നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടോ. വളരെ സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ ഒരു അപ്പം ഉണ്ടാക്കി എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇപ്പം നമുക്ക് ഈ ഒരു അപ്പത്തിന് മാത്രമല്ല, ഇപ്പം തണുപ്പ് കാലമാകുമ്പോൾ നമ്മളുടെ ഇഡ്ഡലി മാവാകട്ടെ, അപ്പത്തിൻ്റെ മാവാകട്ടെ, രാത്രി അടിച്ച് വെച്ചാലും അത് പൊങ്ങി വരില്ലല്ലോ. ആ സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു ട്രിക്ക് ചെയ്യാൻ സാധിക്കും. 200 ഡിഗ്രിയിൽ ഞാനൊരു 7 മിനിറ്റ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് പ്രീ ഹീറ്റ് ചെയ്ത് വരാനായിട്ടാണ് കേട്ടോ. അപ്പം നമുക്ക് പലപ്പോഴും പൊങ്ങി വരാത്ത സാധനങ്ങൾ നമ്മൾ ചെയ്തിട്ട് തണുപ്പ് കാലമല്ല അല്ലാതെ തന്നെ നിങ്ങൾക്ക് അത് പൊങ്ങി വരാത്ത ആളുകൾക്ക് ഇതുപോലെ ഒരു ട്രിക്ക് ചെയ്ത് നോക്കട്ടോ നിങ്ങൾ. അപ്പോൾ 1 കപ്പ് നമ്മളുടെ തേങ്ങയാണ് ചിരവിയത് മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തേക്കുന്നത്. തേങ്ങ വളരെ ടേസ്റ്റിയാണ്. തേങ്ങ ഇടാൻ മടിയുള്ളവർക്കാണെങ്കിൽ തേങ്ങ ഇടണ്ട, പക്ഷേ തേങ്ങ ഇട്ടാൽ അത്രയും ടേസ്റ്റാണ്. അതുകൊണ്ട് തന്നെ ഞാൻ തേങ്ങ ഇവിടെ ഇട്ട് കൊടുത്തേക്കുന്നത്. അതിലേക്ക് നമ്മൾ 2.5 സ്പൂൺ നമ്മളുടെ കയ്യിലാണ് കേട്ടോ, വലിയ കയ്യിലാണ്, ആ കയ്യിലിന് 2.5 കയ്യിൽ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് പത്തിരി പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പുട്ടുപൊടിയോ തരിപ്പൊടിയോ ഇട്ട് കൊടുക്കരുത്. പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചേക്കുന്ന മാവ് ഇത് നല്ലതുപോലെ ആറിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മളുടെ ഉപ്പ് ആവശ്യത്തിനിടുക. അതുപോലെ 1.5 ടേബിൾ സ്പൂൺ നമ്മളുടെ ഈസ്റ്റ് ഇട്ട് കൊടുക്കുക. ഒരു 1.5 ടീസ്പൂൺ നമ്മളുടെ പഞ്ചസാര ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ അടിച്ചെടുക്കുക. നല്ലതുപോലെ അടിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു എയർ ഫ്രയറിലേക്ക് ഇറക്കി വെക്കാൻ പറ്റുന്ന അളവിനുള്ള പാത്രം വെച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് മാവ് ഒഴിച്ച് ഒരു 15 മിനിറ്റ് നിങ്ങൾ ഇതുപോലെ വെച്ചാൽ മതി കേട്ടോ. നല്ല രീതിയിൽ തന്നെ എയർ ഫ്രയർ ഭയങ്കര ചൂടായി ഇരിക്കുമ്പോൾ നിങ്ങൾ വെക്കരുത്. ഒരു ഇളം ചൂടായി ഇരിക്കുമ്പോൾ നമ്മൾ ആ ഒരു പ്രീ ഹീറ്റ് ചെയ്തിട്ട് ഒരു ഇളം ഉള്ള വരെ, അപ്പോൾ ഈ മൂടി വെക്കുമ്പോൾ ശ്രദ്ധിക്കണം, അത് ശരിക്കും മൂടുന്ന നമുക്ക് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള മൂടി വെച്ച് കൊടുക്കുക കേട്ടോ. നേരിയ ചൂടുള്ളപ്പം നമ്മൾ ഇതിലേക്ക് ഇറക്കി വെച്ച് ഇതൊന്ന് അടച്ച് വെക്കുക. ഒരു 10-15 മിനിറ്റ് നിങ്ങൾ വെച്ച് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും നല്ല രീതിയിൽ തന്നെ അത് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പി. നിങ്ങൾക്കിപ്പോൾ വെള്ളയപ്പത്തിനും നിങ്ങൾക്ക് പൊങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ അപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ ശരിക്കും പഫി ആയിട്ട് പൊങ്ങി വരാത്തവർക്കും ഈ ഒരു ട്രിക്ക് ചെയ്യാവുന്നതാണ്. തണുപ്പ് സമയങ്ങളിലും നിങ്ങൾക്ക് ഈ ഒരു ട്രിക്ക് ചെയ്യാവുന്നതാണ്. അല്ല നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കാത്ത ദിവസങ്ങളിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതുപോലൊരു ട്രിക്ക് ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ? അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. നല്ല രീതിയിൽ തന്നെ ഇതായിട്ടുണ്ട്. നിങ്ങൾക്ക് നല്ല രീതിയിൽ കുറച്ചുകൂടി നല്ല പോലെ പൊങ്ങി വരണമെങ്കിൽ ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ വെച്ചാൽ മാത്രം മതി. അപ്പോൾ നമ്മളുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. നിങ്ങൾ ഇതുവരെ സപ്പോർട്ട് ചെയ്തപ്പോൾ തന്നെ തുടർന്നും എന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളാണ് എന്നെ ഇവിടെ വരെ എല്ലാവർക്കും നല്ലൊരു വർഷം നേർന്നുകൊണ്ട് എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു.
അവസാനിപ്പിക്കുകയാണ്. നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോയുമായി വരാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഇടുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.